കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഫിലിപ്പിയ സഭയുടെ വളർച്ചയോടുള്ള ബന്ധത്തിൽ കൈമാറുന്ന ഒരു ദൈവിക സന്ദേശമാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. പൗലോസ് അപ്പോസ്തലൻ രചിക്കപ്പെട്ടതാണ് ഫിലിപ്പി ലേഖനം. പക്ഷെ പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ ഫിലിപ്പിയ സഭയെക്കുറിച്ചൊരു ആഗ്രഹം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 2:14 വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അപ്പോൾ ഫിലിപ്പിയ സഭയെക്കുറിച്ചുള്ള പൗലോസിന്റെ ആഗ്രഹമാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം ഇടവരുന്നത്. എന്തായിരുന്നു പൗലോസിന്റെ ആഗ്രഹം? ഒന്ന്, വക്രതയുള്ള കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ എന്താകണം? അനന്യരാകണം, പരമാർത്ഥികളാകണം. അടുത്ത, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന് എല്ലാ പെറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അപ്പൊ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന്, അനന്യരും പരമാർത്ഥികളും ആകേണ്ടതിന് എന്തു വിഷയം, എന്ത് പ്രവൃത്തി നിങ്ങൾ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യണം? പിറുപിറുപ്പ് കൂടാതെ, വാദം കൂടാതെ ചെയ്യുവിനെന്ന് പഠിപ്പിക്കുന്നു. അടുത്ത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ഇത് പൗലോസിന്റെ അടുത്ത ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ ഓടിയതും, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട്, ഇല്ലെങ്കിൽ ഈ തരത്തിൽ നിങ്ങളെ ഡയറക്റ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. അപ്പൊ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ അധ്വാനിച്ചത് വെറുതെ ആയില്ല, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചത് വെറുതെ ആയില്ല എന്ന് വരണമെങ്കിൽ ഫിലിപ്പിയ സഭ എന്ത് ചെയ്യണം? അനന്യരാകണം, പരമാർത്ഥികളാകണം, ദൈവത്തിന് നിഷ്കളങ്ക മക്കളാകണം, ആ ലോകത്തിൽ ജ്യോതിസിനെ പോലെ പ്രകാശിക്കണം. ഈ വിധ പ്രവർത്തികളിൽ അവർ വന്നു കഴിഞ്ഞാൽ, സ്തോത്ര, പൗലോസിനെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അധ്വാനിച്ചത് വെറുതെ ആയില്ല എന്നുള്ള പ്രശംസ ഉണ്ടാകും. ഇത് പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം, എന്താണ് നമ്മൾ വായിച്ച 17-ാം വാക്യം. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ, അതെന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? അവിടെ ശ്രദ്ധിക്കണേ, അവിടെ വലിയ ത്യാഗത്തെ വെളിപ്പെടുത്തുന്ന ഒരു ചിന്തയാണത്. സ്തോത്രം. അപ്പം ഫിലിപ്പിയ സഭയുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടത് പറഞ്ഞാൽ അർത്ഥം, എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം എനിക്ക് അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഫിലിപ്പിയ സഭ ഇത്രത്തോളം സ്നേഹിച്ചൊരു മനുഷ്യനെ നമുക്ക് വേറെ കാണാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം ഇവിടെ എന്താ പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ, നിങ്ങളുടെ വിശ്വാസം നന്നാകണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ ആത്മാവിൽ സ്തോത്ര ഉന്നതരായി മാകണം, കർത്താവിന്റെ തേജസ്സിൽ പ്രത്യക്ഷതയിൽ നിങ്ങൾ ശക്തരായി നിൽക്കുവാൻ തക്കവണ്ണം ഇടം. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. അങ്ങനെ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ സ്തോത്രം, എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും, എൻ്റെ ജീവൻ പോകേണ്ടി വന്നാലും എനിക്കതിൽ ഭാരമില്ല, ഞാൻ സന്തോഷിക്കും, എല്ലാവരോടും കൂടെ ചേർന്ന് ഇതൊരു കമ്മിറ്റ്മെന്റിന്റെ ശുശ്രൂഷയാണ് കേട്ടോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറഞ്ഞു, ഒരാളുടെ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പലരും ചോദിക്കുമ്പോൾ അതിന്റെ ചോദ്യത്തിന് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം, എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും എനിക്ക് ഭാരമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്ന സ്തോത്ര അപ്പോസ്തലനായ പൗലോസിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. ആ ഒരു ത്യാഗ മനോഭാവത്തിലേക്ക് വിശ്വാസികളുടെ, ദൈവമക്കളുടെ രക്ഷയ്ക്കായി, ലോകത്തിന്റെ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി നമുക്കും പോരാടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരകൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ ഞങ്ങളെ മറച്ചാട്ട് അത്ഭുതങ്ങളെ കർത്താവ് ഞങ്ങൾക്കായി ചെയ്യും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.